കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കരയിൽ നിന്നും ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. 1 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആലപ്പുഴ സർപ്പ ടീം വോളണ്ടിയർ അരുൺ സി മോഹനാണ് പാമ്പിനെ പിടികൂടിയത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ ഹരിമന്ദിരത്തിൽ ഹരിദാസിന്റെ വീട്ടിലാണ് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ രാവിലെ 8 മണിയോടെ കണ്ടത്. നിർമ്മാണം നടക്കുന്ന വീടിന് സമീപം കൂട്ടിയിട്ട സാധന സാമഗ്രികൾ എടുക്കാനെത്തിയ ജോലിക്കാരാണ് പാമ്പിനെ ആദ്യം കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴ സർപ്പ ടീം വോളണ്ടിയർ അരുൺ സി മോഹനും സഹായി നവീനും സ്ഥലത്തെത്തി. മഴയെ തുടർന്ന് പ്രദേശമാകെ വെള്ളക്കെട്ടായിരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്ന പാമ്പിനെ 1 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അരുൺ പിടികൂടിയത്. വീടും പരിസരവും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എലിക്ക് പിന്നാലെ പാമ്പും വരുമെന്ന് അരുൺ പറയുന്നു. മൂർഖൻ പാമ്പിനെ കണ്ടെന്നാണ് അവർ വിളിച്ചത്. നമ്മൾ സ്ഥലത്ത് വന്നു, ഒരു സ്ലാബിന്റെ അടിയിലാണ് പാമ്പ് ആദ്യം ഇരുന്നത്. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം ബിൽഡിംഗ് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എലികളെ അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ എലി ഉള്ളത് കൊണ്ട് തന്നെ പാമ്പ് വരും, അല്ലാതെ നമ്മളെ കടിക്കാൻ മാത്രമല്ല കടിക്കാനല്ല പാമ്പ് വരുന്നത്. എലി ഉണ്ടെങ്കിൽ പാമ്പ് വരും, എലി ഇല്ലെങ്കിൽ പാമ്പ് വരത്തില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം പരിസരം ഒന്ന് വൃത്തിയാക്കി ഇടുക. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവനും കൂടെ നമുക്ക് സേഫ്റ്റി ആക്കാൻ പറ്റും. അതാണ് പറയാനുള്ളത്. പാമ്പുകള് ചാകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും. പാമ്പുകൾ ചത്തു കഴിഞ്ഞാൽ എലിയുടെ എണ്ണം കൂടും. അപ്പൊ അതിനെ സംരക്ഷിക്കലാണ് നമ്മുടെ ജോലി. ഇതിനകത്ത് ഒരു ഫ്രീ സർവീസാണ്. പാമ്പുകളെ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ വിളിച്ചാൽ മാത്രം മതി. അതിനകത്ത് വേറെ ചെലവുകളും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല. ആലപ്പുഴ കളർകോട് തൂക്കുകുളം സ്വദേശിയാണ് അരുൺ. 6 വർഷമായി സർപ്പ ടീമിൽ പ്രവർത്തിക്കുന്നു. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷന് സമീപം മരത്തിൽ കണ്ട മൂർഖൻ പാമ്പിനെ അടക്കം 450-ലേറെ പാമ്പുകളെ പിടികൂടിയിട്ടുണ്ട്. പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിക്കിടയിലാണ് സേവനം. പിടികൂടുന്ന പാമ്പുകളെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് കൈമാറും. ഇവർ ഇതിനെ വനത്തിൽ തുറന്നുവിടും. പാമ്പിനെയും മനുഷ്യരെയും സുരക്ഷിതരാക്കുകയാണ് സർപ്പ ടീമിന്റെ ലക്ഷ്യമെന്നും അരുൺ പറയുന്നു.